മാർച്ച് 5 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അഡ്രിയാൻ, വിശുദ്ധ എവുബുളുസ്, വിശുദ്ധ കാറോൺ, വിശുദ്ധ കാർത്തേജ്, വിശുദ്ധ കിയാറാൻ. വിശുദ്ധ അഡ്രിയാൻ 309 കാലഘട്ടത്തിലാണ് വിശുദ്ധ അഡ്രിയാൻ ജീവിച്ചിരുന്നത്. ഡയക്ലോഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദന നാളുകളിൽ പലസ്തീനയിലെ ഗവർണർ രക്തക്കൊതിയനായ ഫിർമീലിയനായിരുന്നു. അക്കാലത്ത് മഗാൻസിയയിൽ നിന്ന് അഡ്രിയൻ, എവുബുളുസ് തുടങ്ങിയ കുറേ പേർ കേസറിയയിലെ വിശുദ്ധരെ വണങ്ങുവാൻ പുറപ്പെടുകയുണ്ടായി. നഗരവാതിക്കലെത്തിയപ്പോൾ അവരുടെ യാത്രാലക്ഷ്യം സംബന്ധിച്ച് ചോദ്യമുണ്ടായി. അവർ ഒന്നും മറച്ചു വെച്ചില്ല. തൽക്ഷണം അവരെ പ്രസിഡന്റിൻ്റെ അടുക്കിലേക്ക് ആനയിക്കുകയും അവരെ മർദ്ദിക്കുവാൻ അദ്ദേഹം ആജ്ഞാപിക്കുകയും ചെയ്തു. ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് ഉദരം കീറിയ ശേഷം വന്യമൃഗങ്ങൾക്ക് അവരെ ഇരയായി കൊടുക്കുകയാണ് ചെയ്തത്. 2-ാം ദിവസം കേസറിയയിൽ ഒരു ഉത്സവമുണ്ടായിരുന്നു. അന്ന് അഡ്രിയാനെ ഒരു സിംഹത്തിനിട്ട് കൊടുത്തു. സിംഹം സ്വല്പം കടിച്ചു കീറിയതല്ലാതെ കൊന്നില്ല. തന്നിമിത്തം അവർ ഒരു വാളുകൊണ്ട് അഡ്രിയനെ വധിച്ചു. എവുബുളുസ് വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാമെന്ന് ഗവർണർ പറഞ്ഞു. ഗവർണറുടെ ഈ കാരുണ്യം സ്വീകരിക്കാതെ അദ്ദേഹം മഹത്വകിരീടം തന്നെ ആശ്ലേഷിക്കുകയാണ് ഉണ്ടായത്. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം: ക്രിസ്തുവിൻ്റെ പിന്നാലെ കുരിശും വഹിച്ച് നാം പോകണം. അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേരിന് അർഹതയില്ല. അവിടുത്തെ മഹത്വത്തിൽ ഓഹരിക്കാരാകണമെങ്കിൽ അവിടുത്തെ സഹനത്തിൽ നാം പങ്കുകാരാകുക തന്നെ വേണം. തൻ്റെ മാതൃക വഴി ക്രിസ്തു കാണിച്ചു തന്നിരുന്ന മാർഗമല്ലാതെ വേറൊരു മാർഗം സ്വർഗത്തിലേക്കില്ല. ക്ലേശങ്ങളും രോഗങ്ങളും വേദനകളുമെല്ലാം സഹിച്ച് നമുക്ക് ക്രിസ്തുവിൻ്റെ പാതയിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കാം. വിശുദ്ധ അഡ്രിയാനെ ഈ ലോകത്ത് ആർത്രൈറ്റിസ് രോഗം ബാധിച്ച എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും നിരന്തരം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.